കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്ക തന്നെ നേരിട്ട് ഹമാസ് നേതാക്കളുമായി ചർച്ച നടത്തുകയുണ്ടായി. ബന്ദികളെ മോചിപ്പിക്കുന്നത് തന്നെയായിരുന്നു ചർച്ചാ വിഷയം. അതിൽ പ്രധാനപ്പെട്ടത് അമേരിക്കൻ പൗരന്മാരായ 5 പേരുണ്ട് ഹമാസിന്റെ അടുക്കൽ എന്നതാണ്. ഒരാൾ ജീവനോടെ നിലനിൽക്കുന്നു, ബാക്കി 4 പേരുടെ ഡെഡ് ബോഡികളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ വിട്ടയക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ അവസാനത്തെ ശ്രമം. ട്രംപ് നിയോഗിച്ച ദൂതന്മാരായിരുന്നു ഹമാസുമായിട്ട് ഈ രൂപത്തിലുള്ള ചർച്ച നടത്തിയത്. ഈ ചർച്ചയിൽ എന്താണ് സംഭവിച്ചത്, എന്തായിരുന്നു അതിന്റെ പര്യവസാനം, അതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. അമേരിക്കൻ പൗരനാണെങ്കിലും ഇസ്രയേലിന്റെ സിറ്റിസൺഷിപ്പ് കൂടെ ഉള്ള ഒരു ഇസ്രയേൽ സൈനികനാണ് ഒരാൾ. ബാക്കി 4 പേരും അമേരിക്കൻ പൗരന്മാർ തന്നെയാണ്. അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ ഡെഡ് ബോഡികൾ കൈമാറുന്നതാണ് ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ളത്. എന്നാൽ ഈ ചർച്ചയിൽ ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം, ഈ അമേരിക്കക്കാരായ 5 പേര്, അതായത് 4 ഡെഡ് ബോഡികളും ഒരു ജീവനോടെയുള്ള ഒരു സൈനികനും ഇവരെ കൈമാറണമെങ്കിൽ 250 ഇസ്രയേലിലുള്ള ബന്ദികൾ, അത് ഫലസ്തീനികളെ വിട്ടയക്കണമെന്നതാണ്. ആ കൂട്ടത്തിൽ 100 പേർ ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ബാക്കി 150 പേർ വലിയ രൂപത്തിലുള്ള കുറ്റം ചെയ്തിട്ടുള്ള ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ അറസ്റ്റ് ചെയ്ത ആളുകളാണ്. ഈ ചർച്ച മുന്നോട്ട് പോവുകയും അമേരിക്കയുടെ ട്രംപ് നിയോഗിച്ച ദൂതൻ ഈ കാര്യങ്ങളെല്ലാം അംഗീകരിക്കുകയും ചെയ്തു. അതായത് ഈ ഒരു ചർച്ചയിലുണ്ടായ തീരുമാനം അമേരിക്കയും ഇസ്രയേലും അംഗീകരിച്ച് പിരിയുകയാണ് ചെയ്തത്. എന്നാൽ ഈ ഹമാസ് 100 പേരുടെ, അതായത് ജീവപര്യന്തം വിധിച്ചിട്ടുള്ള 100 പേരുടെ പട്ടിക നൽകുകയാണ്. എന്നാൽ ഇസ്രയേൽ വിട്ടയക്കാൻ തീരുമാനിച്ച ആളുകളിൽ ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ടിട്ടുള്ള 50 പേരാണ് ഉള്ളത് എന്ന് ഇസ്രയേൽ തന്നെ അറിയിക്കുകയുണ്ടായി. 100 പേരെ വിട്ടയക്കുക എന്നത് സാധ്യമല്ല എന്ന രൂപത്തിലാണ് ഇസ്രയേൽ പ്രതികരിച്ചത്. എന്നാൽ 50ഉമില്ല, 10 പേർ മാത്രമാണ് ആ പട്ടികയിൽ ഉള്ളത് എന്നാണ് ഹമാസ് പറയുന്നത്. ഈ ചർച്ചയുടെ അവസാനത്തെ ദിവസം കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു. എന്നാൽ അവസാനമായി നടന്ന മീറ്റിംഗിൽ പൂർണ്ണമായും അമേരിക്കയുടെ വക്താവ് ഈ അംഗീകരിച്ച കരാർ തന്നെ തള്ളിക്കളയുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ട്രംപ് ഒരു വിലയും നൽകുകയില്ല, ആരെയും തിരിച്ചു നൽകുകയില്ല, ഈ ബന്ദികളെയെല്ലാം വിട്ടയക്കാനാണ് നിർദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. എന്നാൽ ആ സമയത്ത് ഹമാസ് പറയുന്നു, ഞങ്ങൾ ആർക്കും ബന്ദികളെ വിട്ടയക്കാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. കാരണം ഈ അമേരിക്കൻ പൗരന്മാരാണെന്ന് പറയുന്ന ഈ 4 പേരും ഇസ്രയേലിലെ സൈനിക ഉദ്യോഗസ്ഥരാണ്. അവർ അവിടെ സൈനിക സേവനം ചെയ്ത ആളുകളാണ്. അതുകൊണ്ട് അവരെ വിട്ടയക്കേണ്ട ഉത്തരവാദിത്തം, അമേരിക്കയുമായി ഉള്ള ഒരു ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല, ആരെയും വിട്ടയക്കാൻ പോകുന്നില്ല എന്നായിരുന്നു ഹമാസ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. യഥാർത്ഥത്തിൽ ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയായിരുന്നു. ഇനി ചർച്ചകൾ ഉണ്ടാകുമോ എന്ന കാര്യം വ്യക്തമല്ല. ട്രംപ് പതിവ് പോലെ ഭീഷണികളിൽ ഒതുങ്ങുക എന്നതാണ് അദ്ദേഹത്തിന്റെ രീതി. ആളുകളെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന രീതിയാണ് കഴിഞ്ഞ ഭരണകാലത്തും ഇപ്പോഴുമെല്ലാം അദ്ദേഹം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഭീഷണിക്കൊന്നും വഴങ്ങുന്ന രീതിയല്ല ഹമാസിന് മുന്നിലുള്ളത് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. എന്നാൽ ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട് വീണ്ടും ചർച്ച ഖത്തറിൽ വെച്ച് ഇസ്രയേലും അതുപോലെ ഹമാസിന്റെ നേതൃത്വവുമായി നടക്കുകയാണ്. അമേരിക്കയുമായി നടന്ന ചർച്ചയിൽ ഹമാസിന്റെ ഏറ്റവും പ്രമുഖരായ നേതൃത്വമാണ് പങ്കെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഖത്തറിൽ ചർച്ച നടക്കുകയാണ്. എന്നാൽ ആ ചർച്ചയിൽ ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്, ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയിലധികമായി, 2 ആഴ്ചയോളമായി ഇസ്രയേൽ ഗസയിലേക്കുള്ള എല്ലാ സഹായങ്ങളും അടച്ചിരിക്കുകയാണ്, ക്ലോസ് ചെയ്തിരിക്കുകയാണ്, ഗസയെ ഉപരോധിച്ചിരിക്കുകയാണ്. കറം അബുസാലിം എന്നറിയപ്പെടുന്ന ഭാഗത്തുകൂടെയാണ് ഈ ട്രക്കുകളെല്ലാം ഫലസ്തീനുള്ളിലേക്ക്, ഗസയിലേക്ക് നീങ്ങിയിരുന്നത്. ആ ഭാഗം പൂർണ്ണമായും ഇസ്രയേൽ അടച്ചതോടുകൂടെ സഹായങ്ങൾ അങ്ങോട്ട് കടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഹമാസ് മുന്നോട്ട് വെക്കുന്നത്, ഇസ്രയേൽ പൂർണ്ണമായും ഈ എല്ലാ കവാടങ്ങളും തുറന്നു വെക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരു തീരുമാനപ്രകാരം, കഴിഞ്ഞ കരാറിൽ തീരുമാനിച്ച പ്രകാരം എല്ലാ സഹായങ്ങളും ഗസയിലേക്ക് എത്തുകയാണെങ്കിൽ മാത്രമാണ് ഇസ്രയേലുമായി ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറുള്ളൂ എന്ന രൂപത്തിലാണ് ഹമാസ് ഉള്ളത്. അങ്ങനെ ആണെങ്കിൽ ഇസ്രായേൽ തീർച്ചയായും ഈ സഹായങ്ങൾ എത്തിക്കുന്നത് അനുവദിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും ഹമാസുമായിട്ടുള്ള ചർച്ചയുണ്ടാകുക. ഹമാസ് പറയുന്നത്, ഞങ്ങളെ എല്ലാ രൂപത്തിലുള്ള നീക്കങ്ങൾക്കും തയ്യാറാണ്, യുദ്ധമാണെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ് എന്ന രൂപത്തിൽ തന്നെയാണ് ഹമാസ് പ്രതികരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ വെടിനിർത്തലിന് ശേഷമൊക്കെ ഒരു ഭീരുത്വം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നില്ല ഹമാസിന്റെ ഒരു നീക്കവും. അവരെ വളരെ പൂർണ്ണമായി ഒരു രാഷ്ട്രത്തിന്റെ നേതൃത്വം എന്ന രീതിയിൽ പെരുമാറിക്കൊണ്ടാണ് ഈ ബന്ദികളെയൊക്കെ മോചിപ്പിക്കുന്ന ചടങ്ങുകൾ അവർ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അവരുടെ നിലപാടുകളും വ്യത്യസ്തമല്ല. വളരെ കണിശമായി തന്നെയാണ് കാര്യങ്ങൾ ഇസ്രയേലിന്റെ മുന്നിലാണെങ്കിലും അമേരിക്കക്ക് മുന്നിലും അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നിലവിൽ സാഹചര്യത്തിൽ അമേരിക്കയും ഇസ്രയേലും ഇനി
യുദ്ധം പുനരാരംഭിക്കുമോ, അതല്ല ഹമാസിന്റെ മുന്നിൽ ഇനിയും ചർച്ചകളുമായി മുന്നോട്ട് പോകുമോ എന്ന് തന്നെയാണ് ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പലതവണയായി ഇസ്രായേൽ ഇപ്പോൾ ഭീഷണി മുഴക്കുന്നു, ആക്രമണം നടത്തുമെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം കരാർ ലംഘിച്ചുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ബോംബാക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ നീക്കങ്ങളൊക്കെ ഇപ്പോൾ നടത്തിയ ഉപരോധമാണെങ്കിലും ഈ നടത്തിയ ബോംബാക്രമണങ്ങളൊക്കെ ആണെങ്കിലും അതൊരു സമ്മർദ്ദ തന്ത്രമാണോ എന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആ ഒരു രീതിയിൽ ഹമാസിനെ ഈ ഒരു കരാറിലേക്ക്, അത് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന രൂപത്തിൽ അവ അംഗീകരിച്ച് ആ ഒരു കരാറിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു നീക്കമാണോ ഇപ്പോൾ നടത്തുന്നത് എന്ന കാര്യവും നമുക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തെ വൻ ശക്തികൾ തന്നെയാണ് ഹമാസിന് മുന്നിൽ ഇപ്പോൾ നിരന്തരമായ ചർച്ചയ്ക്ക് നിൽക്കുന്നത്, അതിനുവേണ്ടി സാഹചര്യം ഒരുക്കുന്നത്, അതിനുവേണ്ടി മറ്റുള്ള രാഷ്ട്രങ്ങളെ ഇടനിലക്കാരായി നിർത്തുന്നത്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അവർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വേണ്ടി നീങ്ങുന്നു. അതായത് ഒരു യുദ്ധത്തിലൂടെ, സൈനിക നടപടിയിലൂടെ ഈ വിഭാഗത്തെ ഒതുക്കുവാനോ അവരെ ബന്ദികളെ മോചിപ്പിക്കാനോ കഴിയില്ല എന്ന കാര്യം അവർ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.